വിയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വി.എസ്. അച്യുതാനന്ദൻ. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ വേലിക്കകത്തെ വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായിട്ട് 1923 ഒക്ടോബർ 20-നാണ് അദ്ദേഹം ജനിച്ചത്. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് മുഴുവൻ പേര്. ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായ വ്യക്തി. 1938 സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പറായി. പുന്നപ്ര വയലാർ സമരത്തിന്റെ ഭാഗമായി 1946 പോലീസിന്റെ പിടിയിലായി. വി.എസ്. അച്യുതാനന്ദൻ ആദ്യമായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1967 ആണ്. 1970 അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2006 മുതൽ 2011 വരെ 12-ാം കേരള നിയമസഭയിൽ കേരളത്തിന്റെ 20-ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹം മലമ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. 1992 ആദ്യമായി പ്രതിപക്ഷ നേതാവായി. പിന്നീട് 2001 2011 പ്രതിപക്ഷ നേതാവായി. പ്രതിപക്ഷ നേതാവായിരുന്ന കാലയളവ് 1992 മുതൽ 96 വരെ, 2001 മുതൽ 2006 വരെ, 2011 മുതൽ 2016 വരെ. 7 തവണ ഇദ്ദേഹം എം.എൽ.എ ആയിട്ടുണ്ട്. 2016 ഓഗസ്റ്റ് 9 മുതൽ 2021 ജനുവരി 31 വരെ ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു. 4-ാമത്തെ കേരള ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ. 2023 ഒക്ടോബർ 20-ന് ഇദ്ദേഹത്തിന് 100 വയസ്സ് തികഞ്ഞിരുന്നു. 2025 ജൂലൈ 21-ന് വൈകിട്ട് 3:20-നാണ് തിരുവനന്തപുരം എസ്.യു.ടി. ആശുപത്രിയിൽ നിന്ന് അന്തരിച്ചത്. ഇദ്ദേഹത്തിന്റെ പ്രധാന രചനകളാണ് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ, സമരത്തിന് ഇടവേളകളില്ല, ഇടപെടലുകൾക്ക് അവസാനമില്ല. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. കേരളത്തിന്റെ 20-ാം മുഖ്യമന്ത്രിയായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. 1923 ഒക്ടോബർ 20-നാണ് ജനിച്ചത്. ആലപ്പുഴ ജില്ലയിലാണ് ജനിച്ചത്. ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി, ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയുമാണ് ഇദ്ദേഹം. ആദ്യമായിട്ട് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1967 ആണ്. ആദ്യമായിട്ട് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1967 ആണ്. 1967 വിജയിച്ച് എം.എൽ.എ ആയ ഇദ്ദേഹം 7 തവണ കേരളത്തിൽ എം.എൽ.എ ആയിട്ടുണ്ട്. 2006 മുതൽ 2011 വരെയുള്ള 12-ാം കേരള നിയമസഭയിലെ 20-ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. 2006 മുതൽ 2011 വരെയുള്ള 12-ാം കേരള നിയമസഭയിലെ 20-ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. ഇദ്ദേഹം 1992 മുതൽ 96 വരെയും, 2001 മുതൽ 2006 വരെയും, 2011 മുതൽ 2016 വരെയും കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. മലയാള സിനിമയിലെ നടനും സംവിധായകനുമായിരുന്ന ശ്രീനിവാസൻ 2025 ഡിസംബർ 20-ന് അന്തരിച്ചു. 2025 ഡിസംബർ 20-ന് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത് പാട്യം എന്ന ഗ്രാമത്തിൽ 1956 ഏപ്രിൽ 6-നാണ് ശ്രീനിവാസൻ ജനിച്ചത്. 1956 ഏപ്രിൽ 6-ന് ജനിച്ചു. 1956 ഏപ്രിൽ 6-ന് അന്തരിച്ചത് 2025 ഡിസംബർ 20-ന്. ഇദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം 1976 പി.എ. ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന സിനിമയാണ്. ശ്രീനിവാസന്റെ ആദ്യത്തെ സിനിമ 1976 പി.എ. ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന സിനിമയാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ 1989 പുറത്തിറങ്ങിയ വടക്ക് നോക്കി യന്ത്രമാണ്. ശ്രീനിവാസൻ അഭിനയിച്ച ആദ്യത്തെ ചിത്രം 1976 പി.എ. ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കവും, സംവിധാനം ചെയ്ത ആദ്യ ചിത്രം 1989 വടക്ക് നോക്കി യന്ത്രവുമാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് 1956 ഏപ്രിൽ 6-നാണ് ഇദ്ദേഹം ജനിച്ചത്. 1998 സാമൂഹിക പ്രതിപാദ വിഷയങ്ങളിലെ മികച്ച ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിന് ലഭിച്ചു. ശ്രീനിവാസൻ സംവിധാനം ചെയ്ത 2 സിനിമകളാണ് വടക്ക് നോക്കി യന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും. ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ചത് 1998-ലാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടിയത്: മികച്ച ചിത്രം വടക്ക് നോക്കി യന്ത്രം 1989, മികച്ച കഥ സന്ദേശം 1991, മികച്ച തിരക്കഥ മഴയെത്തും മുൻപേ 1995, മികച്ച ജനപ്രിയ ചിത്രം ചിന്താവിഷ്ടയായ ശ്യാമള 1998.
4 സിനിമയ്ക്കാണ് ശ്രീനിവാസന് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ലഭിച്ചത്. സംവിധായകന്, കഥയ്ക്ക്, തിരക്കഥയ്ക്ക് എന്നീ 3 മേഖലകളിലായിട്ടാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത്. മികച്ച ചിത്രം വടക്കുനോക്കി യന്ത്രം 1989. മികച്ച കഥ സന്ദേശം 1991. മികച്ച തിരക്കഥ മഴയെത്തും മുമ്പേ 1995. മികച്ച ജനപ്രിയ ചിത്രം ചിന്താവിഷ്ടിയായ ശ്യാമള 1998. 2006 തകരച്ചെണ്ട എന്ന ചിത്രത്തിന് അഭിനയത്തിനുള്ള പ്രത്യേക പരാമർശം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. മികച്ച ജനപ്രിയ ചിത്രത്തിന് കഥ പറയുമ്പോൾ 2007 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. ഫിലിം ഫെയർ അവാർഡുകൾ: സൗത്തിൽ മികച്ച സംവിധായകന് മലയാളം ചിന്താവിഷ്ടിയായ ശ്യാമള 1998. ഫിലിം ഫെയർ അവാർഡ് സൗത്ത് മികച്ച ചിത്രം മലയാളം കഥ പറയുമ്പോൾ 2007. 2025 ഏപ്രിൽ 28 അന്തരിച്ച മലയാളത്തിലെ വിഖ്യാതനായ സംവിധായകനാണ് ഷാജി എൻ കരുൺ. 2025 ഏപ്രിൽ 28 ഷാജി എൻ കരുൺ അന്തരിച്ചത്. 2025 ഏപ്രിൽ 28 കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നു. 7 ദേശീയ പുരസ്കാരങ്ങളും 7 സംസ്ഥാന പുരസ്കാരങ്ങളും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. കലാ സാംസ്കാരിക രംഗത്തെ സംഭാവനയ്ക്ക് ഫ്രഞ്ച് സർക്കാരിന്റെ ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ലഭിച്ചു. 2011 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2023 JC ഡാനിയൽ പുരസ്കാരവും നേടി. ഇദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രമാണ് 1988 പിറവി. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത ആദ്യ സിനിമയാണ് 1988 പിറവി. 2023 JC ഡാനിയൽ അവാർഡും 2011 പത്മശ്രീയും ഫ്രഞ്ച് സർക്കാരിന്റെ ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2011 പത്മശ്രീ, 2023 JC ഡാനിയൽ പുരസ്കാരവും. ഇദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രമാണ് 1988 പിറവി. പിറവി, സ്വം, വാനപ്രസ്ഥം തുടങ്ങിയവ കാൻ മേളയുടെ ഔദ്യോഗിക വിഭാഗത്തിൽ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ടു. കുട്ടിസ്രാങ്ക്, സോപാനം, നിഷാദ്, ഓള് എന്നിവയാണ് ശ്രദ്ധേയമായ മറ്റ് സിനിമകൾ. 40 ചിത്രങ്ങളുടെ ഛായാഗ്രഹകനായിരുന്നു ഷാജി എൻ കരുൺ. ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യാ വിഭജനത്തിന് മുൻപ് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഖായിൽ 1932 സെപ്റ്റംബർ 26 മൻമോഹൻ സിംഗ് ജനിച്ചത്. 1932 സെപ്റ്റംബർ 26 1932 സെപ്റ്റംബർ 26 മൻമോഹൻ സിംഗ് ജനിച്ചത്. ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. 2024 ഡിസംബർ 26 ഇദ്ദേഹം അന്തരിച്ചത്. 2024 ഡിസംബർ 26. 1932 സെപ്റ്റംബർ 26 ജനിക്കുകയും 2024 ഡിസംബർ 26 അന്തരിക്കുകയും ചെയ്തു. സിഖ് മതസ്ഥനായ ആദ്യ പ്രധാനമന്ത്രിയും ഹൈന്ദവ സമുദായത്തിൽ നിന്നല്ലാത്ത പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തിയുമാണ് മൻമോഹൻ സിംഗ്. റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര നാണയനിധി IMFൽ അംഗമെന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിയ ശേഷമാണ് ഇദ്ദേഹം രാഷ്ട്രീയത്തിലെത്തുന്നത്. 1982 മുതൽ 1985 വരെ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്നു. മൻമോഹൻ സിംഗ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഗവർണറായത് 1982 മുതൽ 1985 വരെയാണ്. പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹ റാവുവിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു മൻമോഹൻ സിംഗ്. 1991 പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹ റാവുവിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു മൻമോഹൻ സിംഗ്. 1982 മുതൽ 85 വരെ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്നു. 1991 മുതൽ 96 വരെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്ന കാലയളവ് 1991 മുതൽ 96 വരെ. 2004 2014 ഇടയിൽ തുടർച്ചയായി 2 തവണ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് UPIയെ നയിച്ചു. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ നവ ഉദാരവൽക്കരണത്തിന്റെ പിതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. 1991 ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ ആവിഷ്കർത്താവാണ് ഇദ്ദേഹം. UGC ചെയർമാനായിരുന്നു 1991. മൻമോഹൻ സിംഗ്
UGC ചെയർമാനായിരുന്ന കാലയളവ് 1991. 1991 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ചെയർമാനായി. 1991 ഇദ്ദേഹം UGCയുടെയും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെയും ചെയർമാനായിരുന്നു. 1991 ഇദ്ദേഹം അസമിനെ പ്രതിനിധീകരിച്ച് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മൻമോഹൻ സിംഗ് അസമിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1991 തുടർച്ചയായി 5 തവണ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1991 മുതൽ 2013 വരെ തുടർച്ചയായി 5 തവണയാണ് ഇദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യമായിട്ട് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് 1991 അസമിനെ പ്രതിനിധീകരിച്ചുകൊണ്ടായിരുന്നു. 5 തവണയായിട്ടാണ് തുടർച്ചയായിട്ട് ഇദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1991 മുതൽ 2013 വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു. 1998 മുതൽ 2004 വരെ പ്രതിപക്ഷ നേതാവായിരുന്നു. 2024 ഇദ്ദേഹം രാജ്യസഭയിൽ നിന്ന് പടിയിറങ്ങിയത്. 2019 മുതൽ 2024 വരെ രാജസ്ഥാനെ പ്രതിനിധീകരിച്ചായിരുന്നു ഇദ്ദേഹം രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. 1998 മുതൽ 2004 വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. 1998 മുതൽ 2004 വരെ മൻമോഹൻ സിംഗ് പ്രതിപക്ഷ നേതാവായിരുന്നു രാജ്യസഭയിൽ. 2019 മുതൽ 2024 വരെ രാജസ്ഥാനെ രാജ്യസഭയിൽ പ്രതിനിധീകരിച്ചു. ഒരിക്കൽ പോലും ലോകസഭാ അംഗമായിട്ടില്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് രാജ്യസഭയിലൂടെ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. 1987 രാജ്യം ഇദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. പത്മവിഭൂഷൺ ലഭിച്ചത് 1987. മികച്ച ധനമന്ത്രിക്കുള്ള ഏഷ്യാമണി അവാർഡ് 1993 94 ലഭിച്ചു. മികച്ച ധനമന്ത്രിക്കുള്ള യൂറോ മണി അവാർഡ് 1993 ലഭിച്ചു. ടൈം മാഗസിന്റെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദി വേൾഡ് പട്ടികയിൽ 2005 2010 ഉൾപ്പെട്ടു. ഡോക്ടർ മൻമോഹൻ സിംഗിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത് 1987 മികച്ച ധനമന്ത്രിക്കുള്ള ഏഷ്യാമണി അവാർഡ് 1993 94 ലഭിച്ചു. മികച്ച ധനമന്ത്രിക്കുള്ള യൂറോ മണി അവാർഡ് 1993 ലഭിച്ചു. ടൈം മാഗസിന്റെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദി വേൾഡ് പട്ടികയിൽ 2005 2010 ഉൾപ്പെട്ടു. രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യ UK അച്ചീവേഴ്സ് പുരസ്കാരവും ഡോക്ടർ മൻമോഹൻ സിംഗിന് ലഭിച്ചിട്ടുണ്ട്.